ചേച്ചിയാണ് ഇവിടെ അവിടെ ഇരിക്കും. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഓവറാക്കി ചളമാക്കി കൊളാക്കരുത് കേട്ടല്ലോ. ഇതൊക്കെ പരിപാടി കഴിഞ്ഞിട്ടാവാം കേട്ടല്ലോ, പരിപാടി കഴിഞ്ഞിട്ടാവാം. എനിക്ക് തോന്നുന്നു രാത്രി, ഞാൻ ആദ്യമേ നിങ്ങളോട് പറയില്ലേ രാത്രി 11 മണിയാണെന്ന്, മൊത്തം പ്രശ്നമാണ് ഇവിടെ. അപ്പൊ ഇങ്ങനെയാണ്. നിങ്ങൾ രണ്ടുപേർക്ക് 3 ചാൻസ് വെച്ച് തരും. ഒരാളെങ്കിലും ചെയ്തില്ലെങ്കിൽ ഞാനൊരു പണിഷ്മെന്റ് വരും. 4 ചാൻസ് തരുമോ? ഭയങ്കര ഉന്നൊക്കെ ഉള്ള ആളാണ് കേട്ടോ, കറക്റ്റ് ആയിട്ട് ഇട്ടു. അതൊക്കെ കറക്റ്റ് ഓട്ടൊക്കെ കറക്റ്റ് ചെയ്യാനുണ്ട്. ശരി, രണ്ടാമത്തെ സുന്ദരി വിളിക്കാനുള്ള സമയമായിരിക്കാണ്. രണ്ടാമത്തെ സുന്ദരി ഹരിത. കൈപിടിച്ചോളൂ, വന്നോളൂ. ഹരിത പൊട്ടിക്കോ ധ്യാൻ പൊട്ടിക്കോ? അതും ചേട്ടനാ, എല്ലാം ചേട്ടനാ. ഇവിടെ ഇരുന്നോ, ഞാൻ പറയാം എന്താണെന്ന്. സിനിമയിലെ ഒരു സുഹൃത്തിനെ വിളിച്ച് ഈ പെൺകുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് പറയുക. ഈ പാതിരാത്രി 12 മണിക്ക് ഏത് സുഹൃത്തിനെ വിളിച്ചിട്ട് പറയും ഈ പെൺകുട്ടിക്ക് ഇഷ്ടമാണെന്ന്? അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ സുഹൃത്ത് തെറി വിളിക്കും എന്നുള്ള അവസ്ഥയാണ്. അവൾക്കാരെ ഇഷ്ടം അറിയണ്ടേ? അല്ല, അതിപ്പോ ആരെയാണെങ്കിലും കുഴപ്പമില്ല. അപ്പൊ മോഹൻലാലാണെങ്കിലും കുഴപ്പമില്ല. ആരെ ഇഷ്ടം? ഒരു ട്വിസ്റ്റ് ഉണ്ട്. കഴിഞ്ഞിടയ്ക്ക് എൻഗേജ്മെന്റ് കഴിഞ്ഞു. ഞാൻ ഇനി അവരോടൊക്കെ അയ്യോ, അതൊന്നും ഒരു വിഷയമല്ല. 3 കൊല്ലം കല്യാണം കഴിഞ്ഞ് ഞാനിവിടെ നിൽക്കണ കണ്ടില്ലേ? ചേച്ചി ആരോടൊക്കെ ഇഷ്ടം അങ്ങനെയൊക്കെ ഞാൻ എല്ലാവരോടും പറയാനോട് ഇരിക്കുന്നത്. ധ്യാനോട് തന്നെ എത്ര തവണ പറഞ്ഞിട്ടുണ്ടല്ലേ? നമ്മൾ ആരെ കൊണ്ട് ചെയ്യിക്കും? ആരെ വിളിക്കണ്ടേ? ആരെങ്കിലും വിളിക്കപ്പോ അറിയോ? അറിയാം. വിളിച്ചോ. ഹലോ, ഇവിടെ ഉണ്ട്. ആണോ? ഞാൻ വിളിച്ചതേ നിങ്ങളെ ഒരു പെൺകുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചു. എത്തി. ഇതേ കുറച്ചു നേരമായി. എവിടെയാ? പട്ടായയാ? വീട്ടിലുണ്ടോ? ആണോ? ഹരിത പെൺകുട്ടിക്ക് ഞങ്ങളെ ഇഷ്ടമാണെന്ന്. അഗതിനെ കല്യാണം കഴിക്കണം എന്നൊക്കെ പറഞ്ഞു ഈ ഹരിത ഭയങ്കര ബഹളം ഉണ്ടാക്കുന്ന ഇവിടെ. ഞങ്ങൾ എന്താ ചെയ്യണ്ടേ? ഹരിത എന്നോട് ക്ഷമിക്കണം കേട്ടോ. ഹരിതയ്ക്ക് എന്നെ കൊടുക്കാ പറഞ്ഞോട്ടാ. ഹലോ ചേട്ടാ, ചേട്ടൻ എന്നെ ഓർമ്മയുണ്ടോന്ന് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ ഞാൻ വലിയൊരു കാമുകിയാണ്. അല്ല, നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്തിരുന്നു ഒരു ചെറിയ സിനിമ. ഒരു പക്കാ നാടൻ പ്രേമം എന്നാണ് സിനിമയുടെ ഒക്കെ പേര്. ഞാനാണ്. ആ കുട്ടിക്കാണ് ചേട്ടനോട് പ്രേമം. പ്രേമൊന്നും ഇല്ല. ഫോൺ എടുത്ത് പുറത്ത് സംസാരിച്ചിട്ട്